ഇടവണ്ണ റിദാൻ ബാസിൽ കൊലക്കേസിൽ മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് ഒത്തുതീർപ്പിന് ശ്രമിച്ചുവെന്ന് റിദാന്റെ ബന്ധു മുജീബ്. 40 ലക്ഷം നൽകിയാൽ കൊലപാതക കേസിൽ ഒത്തുതീർപ്പിന് തയ്യാറാണോ എന്ന് സുജിത് ദാസ് ചോദിച്ചു. SP-ക്കും മറ്റുദ്യോഗസ്ഥർക്കും ഡാൻസ് ഓഫിനും കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നുണ്ടെന്നും മുജീബ് 24-നോട് പറഞ്ഞു. അന്ന് SP പറഞ്ഞ ഒരു കാര്യം, SP ഇവന്റെ പേരും പറഞ്ഞിട്ടാണ് പറഞ്ഞത്. നമുക്കറിയില്ല. SP നമ്മളോട് പറഞ്ഞെന്താ, ഇവൻ ഈ 90 ദിവസം കൊണ്ട് അവൻ ജാമ്യത്തിൽ ഇറങ്ങി 40 ലക്ഷം രൂപ നിങ്ങളെ കുടുംബത്തിൽ നിന്ന് സെറ്റിൽമെന്റ് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ അതിന് സമ്മതിക്കോ എന്നാണ് SP ചോദിച്ചത്. SP-ക്ക് അത് ചോദിക്കേണ്ട ആവശ്യം എന്താ? അതിന്റെ ആവശ്യമില്ലല്ലോ SP-ക്ക്. അപ്പം ഈ SP-ക്കൊക്കെ ഇതിൽ ചോദിക്കുമ്പം ഇവർക്കൊക്കെ ഇതിലൊരു ദുരൂഹത അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഇതിലൊരു പങ്കുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ വിചാരിക്കുന്നത്. മിഥില ബാലൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. മിഥില, ഈ കേസിലെ ഉന്നത ബന്ധത്തിന്റെ മറ്റൊരു തെളിവ് കൂടിയാണ് ഇപ്പോൾ ഈ റിദാന്റെ ബന്ധുവിന്റെ വെളിപ്പെടുത്തൽ. എന്തൊക്കെയാണ് അദ്ദേഹം വിശദീകരിച്ചത്? വിജയകുമാർ, ഇന്നലെ PV അൻവർ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഈ ഒരു കൊലപാതക കേസിൽ സുജിത് ദാസിന്റെ പങ്ക് അന്വേഷിക്കണം എന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. അത് പ്രകാരമായിരുന്നു ഈ ഒരു കുടുംബത്തിന്റെ പ്രതികരണം നമ്മൾ തേടിയത്. PV അൻവർ ഏതു തരത്തിലുള്ള ഒരു ആരോപണമാണോ മുന്നോട്ട് വെച്ചത്, അക്കാര്യങ്ങളെല്ലാം തന്നെ ഈ കുടുംബത്തിനും സംശയമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ പ്രതി ഷാൻ 90 ദിവസത്തിനകം പുറത്തിറങ്ങും. അങ്ങനെ പുറത്തിറങ്ങുകയാണെങ്കിൽ ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ 40 ലക്ഷം രൂപ ഈ റിദാന്റെ കുടുംബത്തിന്, റിദാൻ ബാസിലിന്റെ കുടുംബത്തിന് നൽകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒത്തുതീർപ്പിന് തയ്യാറാകുമോ എന്ന ഒരു ചോദ്യമായിരുന്നു മലപ്പുറം മുൻ SP ഈ ഒരു കുടുംബത്തോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനവർ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ആ സമയം മുതൽ തന്നെ ഈ ഒരു അന്വേഷണത്തിൽ ഇവർ തൃപ്തരായിരുന്നില്ല. കൃത്യമായ രീതിയിൽ പോലീസ് ഈ ഒരു അന്വേഷണം നടത്തിയില്ല. ഈ റിദാന്റെ 2 മൊബൈൽ ഫോൺ മിസ്സിംഗ് ആണ്. അത് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൽ ഒരുപാട് തെളിവുകളുണ്ട്. അത് ഒളിപ്പിക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ കണ്ടെത്താൻ കഴിയാത്തത് പോലീസിന്റെ പിടിപ്പുകേട് അല്ലെങ്കിൽ കേസ് അന്വേഷണത്തിൽ ഒരു കൃത്യമായുള്ള ഒരു അന്വേഷണം നടന്നില്ല എന്ന ഒരു ആരോപണം ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ ഒരു അൻവറിന്റെ ഒരു ആരോപണത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഈ ഒരു കേസ് CBI അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഉടൻ തന്നെ പരാതി നൽകും എന്നും കുടുംബം അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ഒരു കൊലപാതകം ഉണ്ടായ സമയത്ത് റിദാന്റെ ഭാര്യയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്ന ഒരു പരാതി ഉണ്ടായിരുന്നു. ആ പരാതിയിൽ നടപടി വേണം. ആരൊക്കെയാണ് ഇത്തരത്തിൽ ഭാര്യയെ മർദ്ദിച്ചത്, അവർക്കെതിരെ കൃത്യമായ നടപടി വേണം. ഇതിൽ ഡൻസാഫ് ഉദ്യോഗസ്ഥരും ഉണ്ട് എന്ന് കുടുംബം പറയുന്നു. അങ്ങനെയെങ്കിൽ അവർക്കെതിരെയും നടപടി വേണം എന്ന് കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി, അതായത് 3 കാര്യങ്ങളാണ്. 1, കൃത്യമായി അന്വേഷണം നടന്നില്ല, അതിൽ CBI അന്വേഷണം വേണം. 2, ഈ ഒരു കൊലപാതകത്തിൽ മുൻ SP-യുടെയും ഒപ്പം തന്നെ ഡൻസാഫ് ഉദ്യോഗസ്ഥരുടെയും പങ്ക് കൃത്യമായി അന്വേഷിക്കണം. 3, ഈ ഭാര്യയ്ക്ക് നേരെയുണ്ടായ അതിക്രമം, അതിൽ അന്ന് ആരാണോ ഭാര്യയ്ക്ക് നേരെ അതിക്രമം നടത്തിയത്, മർദ്ദിച്ചത്, അവർക്കെതിരെ കൃത്യമായ നടപടി വേണം. ഈ 3 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ DGP-ക്കും പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിനു പുറമെ ഈ ഒരു കൊലപാതക കേസ് CBI അന്വേഷിക്കണം എന്നും ഈ കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. വിജയകുമാർ, 40 ലക്ഷം നൽകിയാൽ കേസിൽ നിന്ന് പിന്മാറുമോ എന്ന് സുജിത് ദാസ് ചോദിച്ചു എന്നാണ് ബന്ധു അറിയിച്ചിരിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്ക് ഇതിൽ ആരോപിക്കുന്നു PV അൻവർ. അതിനിടെയാണ് ആ കുടുംബവും ഏതാണ്ട് സമാനമായ ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നത്. മിഥില ബാലനാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്.